അപ്പോൾ ഇന്നത്തെ വീഡിയോ യെല്ലോ ഈറ്റിംഗ് ചാലഞ്ച് ആണ്. ഒരാൾ കമന്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം അത് കുറേ മാസമായി. അപ്പം ഞങ്ങൾ ഇപ്പോഴാണ് എടുക്കാൻ പോണത് അലീഷിന്. അതെ, നമ്മ ഉച്ചക്ക് തൊട്ടാണ് ചെയ്യാൻ പോണത്. പക്ഷെ നമ്മ ഫുഡ് കഴിക്കുന്നുണ്ട്, രാവിലത്തെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അലീഷിന്. അതെ, ഇനി ഉച്ചക്കത്തെ തൊട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതെ, എണീറ്റ് വന്നപ്പോഴും കയ്യിൽ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് സെറ്റായി. അത് കുറച്ച് ലോങ് വീഡിയോ ആണ്. സേവ് ചെയ്യാൻ ഇഷിത മറന്നുപോയി. എന്നിട്ട് അത് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവള് ഗാലറി ചെന്നിട്ട് ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തപ്പോൾ ഒറിജിനൽ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്താണ്. എന്നിട്ട് ഇൻഷോട്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്കും എഡിറ്റ് ചെയ്ത വീഡിയോ പോയി ഗൈസ്. എല്ലാം പോയി. അത്ര നേരം ഇഷിതാണ് എഡിറ്റ് ചെയ്തത്. അത് കളഞ്ഞു. വോയിസ് ഓവറൊക്കെ കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും സ്പേസ് ഇല്ല. എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം പോയി. എന്നിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. അതെ, എഡിറ്റ് ഒക്കെ ചെയ്തു. അതെ, അപ്പൊ ഇന്ന് നമ്മുടെ യെല്ലോ ചലഞ്ച് ഇഷിതയുടെ വക പൊട്ടറ്റോ വെച്ചിട്ട് എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാണ് ഇഷിത. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇഷിതയ്ക്ക് ആ റെസിപ്പി അറിയിട്ടുള്ളൂ. എനിക്കറിയാവുള്ളൂ. അമ്മ പറഞ്ഞു കൊടുക്കും. ഇഷിതയുടെ അമ്മ പറഞ്ഞേക്കളാ നീ ചെയ്തോളാം, ഞാൻ പറഞ്ഞുതരാം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് രാവിലത്തേക്കുള്ളത് ഉണ്ടാക്കാം അല്ലേ? ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കാം. നമ്മ രാവിലത്തെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇച്ചിരി ലേറ്റ് ആയി, 1 മണിയൊക്കെ ആവാറായി. 1 മണി എന്താ ഇവിടെ 1 മണി ആവാറായി. പക്ഷെ ഞങ്ങൾ ഈ യെല്ലോ ചലഞ്ച് ആകുമ്പോൾ എല്ലാം കാണിക്കട്ടെ അല്ലേ? അതെ, അതാണ് ഞാൻ കുഞ്ഞിതായിട്ട് ഒരു പുട്ടുണ്ടാക്കും അല്ലേ? അതെ, മാവിരിക്കണത് ഇതിലാണ്. മാവ് അരിപ്പൊടി അരിപ്പൊടി ഇരിക്കാണ്. പാത്രം എടുത്തിരുവാ. പാത്രമില്ല. ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ 1 മണി ആവാറായി. അതുകൊണ്ട് ചെറിയ പഴമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ചെറിയ പഴം ഇതുവരെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? വെറൈറ്റിക്ക് ഗൈസ്, നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി ഈ സാധനത്തിലാണ് ഇതിൽ നമ്മൾ പഴം ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് വേവിക്കും. നമ്മൾ പൊടി ഇടിക്കാൻ പോലെയാണ്. പറന്നു പോയാൽ പറക്കും. ഫാനോ ഫീ ഇതാത്ത മാവ് ഇല്ല. 2 ടീസ്പൂൺ മതിയില്ലേ? ടീസ്പൂണോ? 2 മതിയില്ലേ? എത്ര മതി? മതി. ഓക്കെ നമുക്ക് കുറച്ച് വെള്ളം വേണം. കുറച്ച് ഇത്ര വെള്ളം മതിയില്ലേ? നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് കൈ കൊണ്ടല്ലേ ശരിക്കും കുഴക്കേണ്ടത്. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുഴയോ? കുഴയത്തില്ല. കൈ എടുക്കാൻ പോകുന്നത് നല്ല കൈയാടാ. കൈ അപ്പോൾ കൈ കഴുകിയിട്ടുണ്ട്. സ്പൂണിൽ വരച്ചിരിക്കുന്നുണ്ട്. അതിന്റെ വേനിക്കും. അപ്പൊ ഇത് അയ്യോ ആദ്യമായിട്ടാണ് മാവക്ക കൊടുക്കണം. എനിക്കറിഞ്ഞോളൂ ഇതിന്റെ പേരുന്ന്. ഒരു സ്പൂൺ എടുത്ത് മാറ്റിയാൽ നന്നായിരുന്നു. ഇഷിത പണിയെടുക്കുന്നു. ഞങ്ങൾ ചെയ്തത് ക്ലീൻ ആക്കണേ കേട്ടോ ഇഷിത. അലിഷിതേ പിന്നെ മാവ് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. മാവല്ല പൊടി 1 മിനിറ്റ്. പൊടി കാണിച്ചു തരാവേ. ഇതേ പൊടി ഞാൻ കുഴച്ച് നാളെ സെറ്റാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൈ വന്നായിരുന്നു. ഇഷിതയും സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് കല്ല് പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല. നമ്മുടെ പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കാണിച്ച് ഗൈസ്. പഴം ദേ ഇവിടെ നിന്ന് ആവുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നീങ്ങണേ കേട്ടോ. ഇഷിത വീണ്ടും പണിയാണ്. ഇവിടെ ഇഷിത എന്തേ ഓഫ് ചെയ്യാൻ പോണേണല്ലേ? ഓഫായി. ഗൈസ് പുകയൊക്കെ വരുന്നുണ്ട്. ഇത് ഇച്ചിരി പുക പോകും. ഇത് നിറഞ്ഞ ഓക്കെ. നീ ഇത് ഉടക്കണ്ടേ? അങ്ങനെ കമ്മത്തിരുന്നു. നീ
ആവിക്ക് പിന്നെ വെള്ളം ഉണ്ടാവൂലേ? ഗൈസ് ഒരു സ്പൂൺ എടുക്കണം. സ്പൂൺ എടുത്തിട്ട് ഇതെടുത്ത് മാറ്റണം. അയ്യോ ഇതെന്താ? ഗൈസ് ഇതൊന്നും പോകാത്തില്ല. ഓക്കെ അപ്പോൾ എടുത്തിട്ട് സ്പൂൺ സ്പൂൺ കിട്ടി നോക്കി ഉടക്കാം. ഇതെന്തിങ്ങനെയൊക്കെ അയ്യോ വേദനിക്കും. അല്ലാണ്ട് ഇത് കൈവച്ചങ്ങോട്ട് ഉടക്ക്. ചൂട് നമ്മിങ്ങനെ ഉടച്ച് വെക്കും. എന്നിട്ട് അതിലെനിക്ക് കട്ടിയങ്ങാട് ഉടച്ച് ശ്രീ അടക്കുന്ന ദൃശ്യങ്ങളാണ് കഴിച്ചത്. എന്താണ് അതിനെ കുഴിച്ചു വിടണ? അല്ല സ്പൂൺ മാറ്റി. അല്ല സ്പൂൺ വേണം നമുക്ക്. സ്പൂണില്ലാതെ കാര്യം നടക്കൂല. ചൂടാറിയിട്ട് കുഴച്ചാൽ മതി. ഇങ്ങനെ മണ്ണ് വേണ്ടത് എക്സ്പ്രഷൻ ഒക്കെയാണ് നമ്മ വെറൈറ്റിയാണ്. എന്താ കാണിക്കുന്നത്? ഞാൻ കുഴക്കാം. എൻ്റെ എടുക്കരുത്. ഏകദേശമൊക്കെ സെറ്റായി. ഇതിപ്പോ രണ്ട് ഇതിലുള്ള ഉണ്ടല്ലോ. അതെ അതെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഒരു കണ്ണ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊടുക്കാം. തേങ്ങ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇത് എന്ത് പരിപാടി? ശ്രീയുടെ ഐഡിയ ആണ് പക്ഷെ കഴിച്ചത്. ഇത് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. ഇങ്ങനെ വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ല. ഉദ്ദേശിച്ചതേ എനിക്കറിഞ്ഞൂടെ ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. സെറ്റാവും. സെറ്റായാലും നമുക്ക് അമ്മക്ക് കൊടുത്താൽ തുറന്നു. ഏകദേശം ശ്രീയെ വിചാരിച്ചാലേ വന്നിട്ടാണ് ശ്രീ പറയാം. അത് ഞാൻ വിചാരിച്ച ഇങ്ങനെ കുറച്ച് ഇങ്ങനെ 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 ആണത്. ഇപ്പൊ ഗൈസ് വെക്കാം. ഇപ്പൊ ഗൈസ് വെച്ചിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യണം. അതെ ബാപ്പ. ഒരു ട്രിപ്പും കൂടി വെക്കണം ഗൈസ്. അപ്പൊ ഗൈസ് ഇപ്പൊ എങ്ങാടാ പോണിച്ചതേ? ഇപ്പൊ നമ്മൾ അടുത്ത സെറ്റ് ആയിട്ട് എന്തെങ്കിലും നോക്കാം. അതെ അടപ്പിലാണ് നമ്മ ഒറ്റക്കാൻ അധ്വാനിക്കാൻ പോണാണ്. പുറകിൽ കുറേ ഇഷ്ടികട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് കേട്ടോ ക്യാമറമാൻ. എനിക്ക് കല്ലൊന്നും പൊക്കാൻ പറ്റൂല. എനിക്ക് എത്ര ചെറിയ കല്യാണം കുഴപ്പമില്ല. അയ്യോ അതൊക്കെ എനിക്ക് വലിയ കല്ലുകളാണ് ശരി. ഇവിടെ ഉണ്ടായ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചിട്ടു. അതാണ് അത്രയും കല്ല് വന്നത്. പിടിഞ്ഞ ഇവിടേക്ക് എല്ലായിടത്തും ഉണ്ടാവില്ലേ. കണ്ടുപിടിച്ചു ഗൈസ്. ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാം. പിന്നെ പാത്രമൊക്കെ എടുത്ത് മാറ്റാം. അതെ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. മറ്റേ വേറെ പണിയൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. നമ്മ പുട്ടെടുക്കാൻ പോണേന്. ഓഫ് ആദ്യം അതിങ്ങനെ അടുത്തേക്കുണ്ടോ? കൊടുത്താലോ സാധനങ്ങൾ പെരുമാറ്റം. കല്യാണ വീട്ടില് ചൂടുണ്ട്. വാ വാ ജാമാക്കി എടുത്തിട്ടുണ്ട് പുട്ട്. ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അടുത്തത് വെക്കണം എന്നില്ല. പിന്നെ അത് കളയാനോ? ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ശ്രീയ ടേസ്റ്റ് ചെയ്യണം ഗൈസ്. പുട്ട് വേവാനുണ്ട്. ആ പൊടി ശ്രീയൊക്കെ നല്ലോണം ശരീരവും പോട്ടെ. പുകയുണ്ട് ഗൈസ്. ഇങ്ങനെയാണോ ടേസ്റ്റ്? പുട്ട് ഇച്ചിരി കൂടി വേവാനുണ്ടല്ലേ. അതെ, അച്ഛനോട് അഭിപ്രായം ചോദിക്കാം. ടേസ്റ്റ് ചെയ്തോക്ക്. ടേസ്റ്റ് ചെയ്തോ.
കളാവോ ഏത്തപ്പഴം അരിപ്പൊടി എങ്ങനെയുണ്ട് സൂപ്പർ എങ്ങനെയുണ്ട് സൂപ്പറാണ്. Guys, ആദ്യം നമുക്ക് rice ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഇന്നലെ പോയ പോലെ കഴിഞ്ഞ വീഡിയോ ഇല്ലെങ്കിലും മറ്റേ ഗ്രോസരി വെച്ചായാലും നമ്മൾ ടെസ്റ്റ് ചെയ്യും. Guys, നമ്മ എൻ്റെ വീട്ടിൽ വന്നു ഇവിടെ ഇല്ല. അതെ, അപ്പൊ ശ്രീയുടെ അപ്പൊ എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പാപ്പൻ അപ്പാപ്പൻ പറഞ്ഞു വാങ്ങിച്ചു തരാന്ന്. അപ്പൊ അപ്പാപ്പൻ പോയിട്ട് വാങ്ങിക്കാൻ പോയേക്കാണ്. ഞാൻ അപ്പേന്നാ വിളിക്കണത്. എന്നുവെച്ചാല് എൻ്റെ 4 തലമുറ ഉണ്ട് ഇവിടെ. അതെ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനുണ്ട്. എൻ്റെ അച്ഛൻ്റെ അച്ഛനെ ഞാൻ വിളിക്കണത് അപ്പാപ്പയെന്നാണ്. അപ്പം എൻ്റെ അമ്മയുടെ അച്ഛനെ ഞാൻ വിളിക്കണത് അപ്പേന്നാണ്. പിന്നെ തൊട്ട് ഞാൻ അപ്പേനെ പറയത്തുള്ളൂ. അലുവയും കട്ടിയില്ലേ, അത് വാങ്ങാൻ പോയത് അപ്പാപ്പക്കാണ്, അല്ലാതെ അപ്പക്കല്ല. ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അപ്പം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് അപ്പം ഉള്ളത്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതെ, നമ്മുടെ സ്ഥിരം വഴി. നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പം അവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പം അപ്പോൾ വരുമ്പോഴത്തേക്കും നമ്മളെ വിളിക്കും. പക്ഷേ ഇവിടെ നിന്ന് വിളിക്കും, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം നമ്മ തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള പണിയിലാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കാൻ റെഡായിട്ട് വരില്ലായിരുന്നു, പക്ഷെ അത് മഞ്ഞ കളറാണ് ഗൈസ്. നമ്മുടെ അധ്വാനം, ശ്രീയുടെ അധ്വാനം, എൻ്റെ അമ്മയുടെ അധ്വാനം. ശ്രീ ഇവിടെ നിൽക്കുന്നു. നമുക്ക് അരി കിട്ടി ഗൈസ്. ആൻറ്റി അരി കിട്ടി. അരി കിട്ടി. ഐശ്വര്യമായിട്ട് അരിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇനി കഴുകണം ഗൈസ്. എത്ര അരിയാന്ന് ആദ്യം അളക്കണം. ഈ ഗ്ലാസ്സിൽ നല്ല കയ്യാണോ? നല്ല ഇപ്പത്തെ കയ്യിലൂടെ പാത്രത്തിൽ വെച്ചെടുക്കണം. ചെറിയ അവിടെ നിന്ന് അളക്കട്ടെ ഗൈസ്. നമുക്ക് അപ്പോഴേക്കും നമുക്ക് ആദ്യം എന്തേലും വെക്കണ്ടേ, അല്ലാതെ എല്ലാം നമുക്ക് തറ വെക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് നമ്മൾ വെക്കാനായിട്ട് വേണം എടുക്കണം. ഒരു കുഞ്ഞു സ്റ്റൂൾ ഗൈസ്. കുഞ്ഞു സ്റ്റൂൾ എടുക്കുക, ഒരു കസേര എടുക്കുക, ഒരു വലിയൊരു കസേര എടുക്കുക. ഓക്കെ, സെറ്റ്. സ്റ്റൂൾ കിട്ടി ഗൈസ്. ഇതാണ് നമ്മൾ കുഞ്ഞു സ്റ്റൂൾ. ഓക്കെ ഗൈസ്, സ്റ്റൂൾ എടുത്തിട്ടാണ് ഇനി ഒരു കസേരയും കൂടി എടുക്കണം, ചെറുത്. അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടേ എടി. നമ്മുടെ അടുത്ത കസേര നോക്കൂ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും വെക്കാം. നമ്മുടെ അടുപ്പ്, നമ്മുടെ അരിയുടെ അളവെടുക്കുന്നു. നമ്മളൊരു കസേരയും കൂടി എടുത്തു. ഓക്കെ, അരി ഇടുകയാണ് ശ്രീയ. നമ്മ 1.5 ഗ്ലാസ് അരി ഇട്ടു. ഇനി നമ്മ ഇത് കഴുകണം. ഉച്ചൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ കഴുകാൻ പോവുകയാണ്. ഇതങ്ങോട്ടേക്കും മറിക്കണം. ഞാൻ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ നടക്കൂല. ഫോണോട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. അതവിടെ വേ. അരി കഴുകുകയാണ് ഗൈസ്. ഒരു വെള്ള കളർ തന്നെയല്ലോ. അരിക്ക് വെള്ള കളർ ഉണ്ടാവൂലേ? ഇത് എനിക്ക് അറിഞ്ഞൂടെ എന്താ ചെയ്യേണ്ടത്. അരിപ്പ വേണോ? നമ്മ എത്ര ശരി കഴുകണം? കളറ് മര്യാദക്ക് പോണവരെ. ഉച്ചും പോണം. ഉച്ചക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഉച്ചൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. വെള്ളം വന്നു ഇങ്ങോട്ട് വന്നു. അപ്പൊ നമ്മ അരിയുണ്ട് ശ്രീയുടെ കയ്യിൽ വിറകുണ്ട് ഗൈസ്. വീഡിയോ അധ്വാനം. ശ്രീയ വരുന്നുണ്ട്. ഇതിലെന്തൊക്കെയോ ആയി. ഓക്കെ, ശ്രീയ വരുന്നുണ്ട്. ചൂട് വെള്ളമുണ്ട്. പിന്നെ എന്തൊക്കെയോ ഇവിടുന്ന് തിളച്ച് വരുമ്പോ കുറച്ച് സമയം എടുക്കുള്ളതുകൊണ്ട് അതെ, നേരത്തെ സ്റ്റവ് വെച്ച് തിളപ്പിച്ചാണ്. ഇത് കുറച്ച് ഹൈറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇഷ്ടം ഭയങ്കര പണിയിലാണ്. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കലേട്ടോ. ഇഷ്ടനെ പോയി സഹായിച്ചിട്ട് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഈ ഉപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പ്.
ഈ ഈ ഒരു ചൂടിലേക്ക് 1 സ്പൂൺ ഉപ്പിടണം. അപ്പം ഞാൻ ഉപ്പിടട്ടെ കേട്ടോ, ടാസ്ക്കാണ്. അപ്പം ഇത് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. എന്നാ സ്പൂണിനാ 1 സ്പൂണും കൂടി വേണം ഗൈസ്. 1 സ്പൂൺ ഓയിലാണോ വെളിച്ചെണ്ണയാണോ? വെളിച്ചെണ്ണ. ഓ വാവ്, നല്ല കൊമളകൾ വരുന്നുണ്ട്. തീപ്പെട്ടി എടുത്താ ഇത് ഇളക്കി കൊടുക്കണ്ട ആൻറ്റി? ഗൈസ്, പായസത്തിൽ ഇടുമ്പോൾ തുപ്പിക്കളയണ സാധനം ഞാൻ തുപ്പിക്കളയാറുണ്ട്. തുപ്പിക്കളയാറുണ്ട്. കുറെ സാധനങ്ങളുണ്ട്. ഇതെന്തൊക്കെയാണ്? എല്ലാ ഇതിന്ന് കറുവപ്പട്ട, പിന്നെ എന്തൊക്കെയോ സാധനം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായല്ലോ അല്ലേ? അല്ലേ? മനസ്സിലാവാതിരിക്കില്ല. ഇപ്പം ഇതിലേക്ക് ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ ഈ സാധനങ്ങൾ വെളിച്ചെണ്ണ ബൊബിളായിട്ടിരിപ്പുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ആദ്യം പോയി ഉണക്കക്കോല് എടുത്തിടുക. ഓക്കെ ഗൈസ്, ഇനിയാണ് നമ്മൾ കത്തിക്കാൻ പോണത് അല്ലേ? അടക്കാൻ മരത്തിന്റെ ഇല്ല തീപ്പെട്ടിയും വെച്ച് കത്തിച്ച പൊട്ടിത്തെറിക്കോ? സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്താണ് തൊടുമ്പോ പോകുന്നത്? എടി ഒരു പേപ്പർ എടുത്തിട്ടാ, പേപ്പറിൽ അങ്ങനെ കത്തിടിച്ചോളൂ. നമുക്ക് പേപ്പർ കിട്ടി ഗൈസ്. നമുക്ക് കുറച്ചധികം പേപ്പർ എടുക്കും, കാരണം വേണ്ടി വന്നാലോ. ലോ മീൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് അതിത് കത്തട്ടെ. കത്തു കത്തു പിടിക്കുന്നുണ്ട്. മീൻ്റെ ഉള്ളിലേക്ക് വെച്ച് എന്തൊക്കെയോ പുകയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണം എന്നാവോ? എന്തൊക്കെയോ കത്തുണ്ട് ഗൈസ്. പേപ്പർ കത്തുന്നത്. യെസ്, പേപ്പർ കത്തി അപ്പത്തറ്റം വരെ എത്തി. പക്ഷെ ഒന്നും കത്ത് നടക്കുന്നില്ല. ഇപ്പുറത്ത് വെച്ച പേപ്പർ അപ്പുറത്ത് കത്തി, പക്ഷെ നമ്മൾ വെച്ച സാധനം കത്തുന്നില്ല. ഇതാ അങ്ങോട്ടേക്ക് അരയിട്ടാണ്ട് മുറിക്ക്. അയ്യോ, ഒരു പേപ്പർ പോയി. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്യണ്ട്. ആദ്യം ഇത് കത്തിക്ക്, ഇതിട്ട് അത് കൊളുത്തി വെക്ക്, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയാ പോരെ? നമ്മ അതൊന്നും നോക്കൂല. അരിയിടാൻ പോയണം മുഹൂർത്ത നിമിഷം. നമ്മ ആദ്യം കത്തിക്കാൻ നോക്കി, പക്ഷെ ഫ്ലോപ്പായി. ഇപ്പൊ എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ കത്തിച്ചിരുന്നതായിരിക്കും. അതെ, പിഴിഞ്ഞെടുക്കണേണ്. ഇവിടെ കതി എന്തായാലും അതിലും വെള്ളമുണ്ട്. നമ്മങ്ങനെ ഇങ്ങനെ എല്ലാം വീട്ടണം. പാറു അങ്കിളുടെ പ്രായമുള്ളവരൊക്കെ ചേട്ടാന്ന് വിളിക്കും, ചേട്ടന്മാരുടെ പ്രായമുള്ളവരൊക്കെ അങ്കിളെന്ന് വിളിക്കും. വെറൈറ്റി ആണെന്ന് അറിയാല. നല്ല രസമുണ്ടാവും. പറ ഐസ് കത്താൻ തുടങ്ങി, പക്ഷെ വേറെ ഏതോ ഡയറക്ഷനിലേക്കാണ് കത്തുന്നത്. പേപ്പർ മാത്രമേ കത്തുന്നുള്ളൂ. അമ്മ, ഇവിടെ ഓക്സിജൻ ഇല്ല, ഇവിടെ മാത്രം ഓക്സിജൻ ഉള്ളു, അതുകൊണ്ടാണ്. ഓല കത്താൻ തുടങ്ങി. അപ്പൊ അഡ്വെഞ്ചറസ് എക്സാക്ട്ലി നമ്മുടെ ചോറൊക്കെ മൊത്തം പുകയാണ് ഗൈസ്. അപ്പൊ കത്തുന്നുണ്ട്. എന്തൊക്കെയോ താഴേന്ന് വീഴോ? ഏകദേശം കത്തൊക്കെ പിടിക്കുന്നുണ്ട്. ഏകദേശം അതെ ആൻറ്റി കുറെ കത്തെടുക്കണ്ട്. ഇതോടെ എന്താ ചെയ്യണേ? ഇഷ്ടപ്പെട്ട് തിളക്കുന്നുണ്ട്, വേവുന്നില്ല അല്ലേ? അതെ, ചോറാവണ്ടോ അങ്ങോട്ട്. അടച്ചു. ഇനി നമുക്ക് കൂട്ടിയിടാം. തക്കാളി അരിയാണ്. തക്കാളി ഇവള് അരിഞ്ഞ ബാക്കി അരിഞ്ഞിട്ടാ ഞാൻ അരിഞ്ഞത് ഭയങ്കര ചെറുതാണ്. എനിക്ക് തക്കാളി അരിഞ്ഞിട്ടൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ആകെ അറിയാവുന്ന പാത്രം കഴുകാൻ മാത്രമാണ്. പാത്രം കഴുകാനും തുണി മടക്കാനും. എനിക്ക് അടിക്കാനറിയാം, തുടക്കാനും അറിയാം.
പിന്നെ അലക്കാലം കൂടാ എടുക്കാനായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് ചെയ്യാനായിട്ട് അറിയാം എന്തൊക്കെയോ. അതവിടെ വെക്കും. കത്തി വെക്ക്. ഇവിടെ എന്താണ് ഇതെന്താണ് ചെയ്യണം? അത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇവിടെ നിന്ന് വിളിക്കുമ്പോ ഇളക്കാൻ തുടങ്ങി. ഞാൻ കുറച്ചു കണ്ണെടുത്തിരിക്കും. നമ്മുടെ തക്കാളി വേണ്ട ഇവിടെ ഉണ്ട്. കടയാണ് ഇത് പറയാന ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചി നമ്മുടെ സ്ഥലം നമ്മ അവിടെയാണ് പറഞ്ഞിച്ച്. അവിടെ അത്ര വൃത്തിയല്ലാത്തോണ്ട് നമ്മ അവിടെ നിന്ന് പോന്നു. ഇപ്പൊ 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, ഉച്ചക്കത്തെ ഫുഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. 3:18. ഇടട്ടെ. അപ്പൊ ഗൈസ് ഇതിലേക്ക് എന്താണ് മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇടട്ടെ. ആൻറ്റി വാടട്ടെ. ഗൈസ് ഇവിടെ നിൽക്കണ എല്ലാരും ശ്രീയൊക്കെ ഒന്നാമത് കോൾഡാണ്. പക്ഷെ നമ്മ തിന്നാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ഇടട്ടെ. ഗരം മസാല പൊടി. ഗരം മസാല എന്ന് പറയാൻ പൊടി എന്തിനാണ്? എല്ലാം പകുതി പുറത്തേക്കാണ് പോണത് പറന്ന്. ഐസ് അങ്ങനെ നമ്മ എല്ലാം ഇട്ടു ഇളക്കാണ്. മഞ്ഞ കളറായില്ലേ ഗൈസ്? എന്താണ് അതിന്റെ മഞ്ഞാവാത്ത? എന്ത് അതൊക്കെ ആയിക്കോളും. കുറച്ച് മഞ്ഞപ്പൊടി ചോറ് വരുമ്പോ ആയിക്കോളും. ഇതിട് മുഴുവൻ തട്ടി തൂവിട്. മഞ്ഞപ്പൊടിയൊക്കെ വീണിട്ട് അങ്ങോട്ട് കൈ വെച്ചാൽ ഉണ്ട്. അതിലിട്. അപ്പൊ ഗൈസ് അടുത്ത നമ്മുടെ തക്കാളി ഉപ്പ് വേണമല്ലേ? ഉപ്പിട്ടല്ല. മുട്ട പിടിച്ചിട്ടുണ്ട്. ഒരാവശ്യമുണ്ടായില്ല. മുട്ട പൊട്ടിച്ചേക്കാൻ പോയാണ് ശ്രീ കേട്ടോ മുട്ട പൊട്ടിക്കുന്നത്. പൊട്ടിച്ചോ, കുഴപ്പമില്ല. You can. Wow. Next please. Next contestant. എന്തൊക്കെയോ നമ്മ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മുട്ട ഇട്ടിട്ടുണ്ടായില്ല. കരി അധികം കയറി വരാൻ നോക്കണം. ഇത് ഇപ്പൊ ബളബളാന്നൊക്കെ ഇരിക്കും. സെറ്റാനുണ്ട്. യെല്ലോ കളർ ആവുന്ന കണ്ടില്ലേ ഗൈസ്? റൈസ് വെന്ത് വന്നു ഗൈസ്. നമ്മൾ നേരത്തെ വെച്ച മുട്ട എടുത്തിടണം. മസാല കുറഞ്ഞു പോയാ? റൈസ് കൂടിപ്പോയാ? അപ്പൊ നമ്മ ഇത്തിരി നേരം കൂടി ദമ്മാക്കാൻ വെച്ചേക്കാണ്. ഓയില്, ഉപ്പ്, മുട്ട, വിനേഗർ ഇത്ര മതിയാവും. പിന്നെ വെളുത്തുള്ളി. കേക്കും മയോണൈസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കുമല്ലോ. അമ്മ പറഞ്ഞെടുക്കുമ്പോൾ മയോണൈസ് നന്നിട്ടുണ്ട്. കളർ തന്നെയാണ് ഏകദേശമൊക്കെ എല്ലോ ഇട്ടിട്ടുണ്ട്. എന്റെ അങ്ങനെ വെക്കരുത് കേട്ടാ. എന്ത് വെച്ചാല് ഇങ്ങനെ എടുക്കുമ്പോ വേറെ ഇതിലൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ നമുക്കിനി എനിക്കാണ് പൂ കിട്ടി. എനിക്ക് പൂ കിട്ടി. ഇനി എൻ്റെ കഴിക്കാൻ തുടങ്ങി. റൈസിന്റെ വ്യത്യാസമുള്ളൂ.
ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 4 മണിയാവാറായി. 2 മണിക്ക് തുടങ്ങിയ പണിയാണ്. 4 മണിയാവാറായി. അപ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങോട്ട് നോക്കിയേ. ഇന്റർനാഷണൽ റൈസ് പോലെ ഒന്നും കൂടി പറ. അറബിക് സാധനം ഇതിനൊരു സൺഫ്ലവറാണ് വേണ്ടത്. അതിനേക്കാളും എനിക്ക് മന്തിയുടെ അരിയായിട്ടാണ് റൈസ് ആയിട്ട്. ഇതെന്തരിയാണ്? ബിരിയാണി. പാലുണ്ട് അപ്പൊക്കെ ഇച്ചിരി കൊടുക്കണം. ഫ്രൈ കൂടെ ചിക്കൻ ഫ്രൈ. ഹലോ ഗൈസ്, നമ്മൾ 5:30 ആയിട്ടുണ്ട്. അതെ ഗൈസ്, 5:30 ആയിട്ടുണ്ട്. നമ്മ ഇപ്പോഴാണ് വൈകുന്നേരത്തെ. അതെ, അപ്പൊ ആ ചോറ് ശരിക്കും എല്ലോ ഉണ്ട്. വീഡിയോ കാണുമ്പോ അത് അത്ര ഇതല്ല അല്ലേ, ക്ലിയർ അല്ല. അതെ, എല്ലാം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇഷിതയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇഷിത ഉണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ വീഡിയോ, ഞാൻ ക്യാമറമാൻ, ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, പൊക്കോളൂ. ഉരുളക്കിഴങ്ങ് കഴുകുകയാണ്. അപ്പോൾ അതെ, 3 ഉരുളക്കിഴങ്ങ്. കുറേ പേരുള്ളവർ കറി എടുക്കാം അല്ലേ ഇഷിത? അതെ, 3 പുഴുങ്ങാനായിട്ട് 1/2 ടാങ്ക് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 ടാങ്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ ഉരുളക്കിഴങ്ങ് 3 കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. ഇത് അടക്കാനായിട്ട് എങ്ങനെ അടക്കാം? ഹെൽപ്പിസ്റ്റ് ഹെൽപ്പ് ചെയ്യണം ഗൈസ്. പക്ഷെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. അടക്കാം. ഗൈസ് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. കുക്കർ അപ്പോൾ ശരിയാവട്ടെ കേട്ടോ. അപ്പം ഇങ്ങനെയല്ലല്ലോ കുക്കർ. നമുക്ക് ട്രൈ ചെയ്യാം. ഗൈസ് നമുക്കിത് 4ആയിട്ട് കട്ട് ചെയ്യണം. ഞാൻ പിന്നെ അരിയണയിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. അടക്കാൻ പോവാണ്. എനിക്ക് കുക്കറിന്റെ പണി, കുക്കിംഗ് എനിക്ക് പറഞ്ഞിട്ടുള്ള സാധനമല്ല കുക്കിംഗ്. കേട്ടണമെന്ന് പറഞ്ഞൂടാ. ഇനി അങ്ങ് ശരിയും ഞാനും കൂടി ഇരുന്ന് സവാള അരിഞ്ഞു. എത്ര ഒരു സവാള, ഒരു എണ്ണത്തിന്റെ പകുതിയാ, ഒരെണ്ണം, ഒരു കുഞ്ഞി സവാള ആയിരുന്നു. ഞാൻ 2-3 നാലാക്ഷമൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തെന്നാണ് എൻ്റെ ഇത്, എന്ത് പൊടിയാണ്? അരിപ്പൊടിയിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. കുക്കർ ഒന്ന് ജസ്റ്റ് ഗൈസ്, ഈ വേപ്പിലയും മുളകും അരിയാൻ ഇഷ്ടനോട് പറഞ്ഞു. ഇഷ്ടം ചെറുതായിട്ടൊന്ന് അരിയാൻ പറഞ്ഞു. വിശുദ്ധ ജോലി എടുക്കട്ടെ. വിശുദ്ധ സൂക്ഷ്മമായ അരിയണുണ്ട്. ഒരു ചെറിയ മുളകരി എത്ര വലിയ കത്തിയാണെന്ന് നോക്കിയേ. അവിടെ അത്തനെ കുഞ്ഞി കത്തി ഉണ്ടായിട്ടുള്ള ഇത് വലിയ കത്തി. ഇവിടെ ഇഷിത വാർത്തയൊക്കെ കണ്ടിട്ടാണ് ഇഷിത അരിയണത്. വെന്ത് വന്നിട്ടുണ്ട്. വെന്തു. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ബാക്കോട്ട് പോണേണ്. ഇഷിത പണിയിടുന്നുണ്ട്. ഞാനാണ് ഇത്രയും ചെയ്തത്. ഉരുളക്കിഴങ്ങിട്ട് ഇതായി കുറച്ച് പൊടി കൂടിപ്പോയെന്നാണ്. പെർഫെക്ഷനോട് ഉരുട്ടണം. ഇത് ഉണ്ടാക്കണേ, കുഞ്ഞു ഉണ്ടാക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കുഞ്ഞി
ഉണ്ടകൾ ആക്കണേ കേട്ടോ. ഇത് കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. എന്ത് വലിയതാണ് കുഞ്ഞിതാക്കാനാണ്. ഇത് നമുക്ക് അമർത്തി നമുക്ക് കുഞ്ഞിതായി. ഉണ്ടുകൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടക്ക് ഒരു കുഞ്ഞിത് മാവ് തീർന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇഷിതാണ് കൈ എഴുതുന്നുണ്ട്. ഇഷിതേ കണ്ണാടിയിലേക്കൊക്കെ ചിരിച്ചേ വെട്ടില്ലത്. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമ്മൾ വറുത്തെടുക്കും അല്ലേ? വറുക്കാൻ പോകും. എവിടെ ടിഷ് വേണം. ഐസ് പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗൈസ് നമ്മ ഓരോ ബോൾ ഇടാൻ പോണേ. ഇടട്ടെ പതുക്കെ ഇടണം. കാണാൻ പറ്റിയത് മാജിക്കാണ്. ഗൈസ് ഇത് ഇതാകുമ്പോഴത്തേക്ക് മതി. ഗൈസ് കണ്ടോ ചെറുതായിട്ട് യെല്ലോ കളർ വന്നത്. യെല്ലോ കളർ ആയിട്ടുണ്ട്. ഞങ്ങൾ സേമിയ അതിൻ്റെ ഇടയ്ക്ക് വറുത്തു. നല്ല ടേസ്റ്റില് യെല്ലോ കളറായേ. ഗൈസ് ഇത് കോരി നമ്മൾ ഇതിലേക്ക് ഇടും. ആറുവിൻ്റെ കുഞ്ഞുമുട്ട. ഈ കുഞ്ഞുമുട്ടയും വേവിക്കണം കേട്ടോ. ഓടി എനിക്ക് മുട്ട പൊട്ടിക്കാണ് ശ്രീയ. നല്ലേടാ അവിടെ കിടന്ന് ഒരയ്ക്കല്ലേ നീ. അത് കടിച്ച് എന്താണ് മതി. അഭിപ്രായം പറ. സൂപ്പർ. സേമിയോന്റെ ഇട മനസ്സിലാവണല്ലോ. ഇതൊക്കെ എടുക്കണോട്ടാ. മതി മൊത്തത്തിൻ്റെ ഗൈസ് ഇത് ബാക്കിയൊന്നും മാവ് വെച്ച് ഞാൻ ചെയ്ത കുഞ്ഞുമുട്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. കടിക്ക് നല്ല ടേസ്റ്റ് വന്നു. ആദ്യത്തെ ബാച്ച് എടുക്കാൻ അതിന് ചൂടാറിയിട്ടുണ്ടാവും. ഇതാണോ 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 അല്ലേ? ആദ്യത്തെ ബാച്ച് ഈ കുഞ്ഞിതെടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കി. പക്ഷെ ഇത് ഈ ആദ്യത്തെ ബാച്ചല്ല. വന്നിട്ട് തീറാറായി. പറ എങ്ങനെയുണ്ടെന്ന് പറ. യെല്ലോ ഉണ്ട് ഗൈസ്. മുളക് എരിവില്ല. സവാള എന്തിനാണ് വെറുതെ ഹാപ്പി ബർത്ത്ഡേ ടു us. കേക്ക് മുറിക്കാൻ ഗൈസ്. പറ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ യെല്ലോ ചലഞ്ച് ഞങ്ങൾ
ഇതിൽ ചിലതൊക്കെ ക്യാമറയിൽ വരുമ്പോൾ യെല്ലോ അല്ല, പക്ഷെ ഇതൊക്കെ യെല്ലോ ആണ്. ആ ചോറും യെല്ലോ ആണ്, പുട്ടൊക്കെ യെല്ലോ തന്നെയാണ്. ഇത് യെല്ലോ ആണ്, ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് ആണ് കേട്ടോ, അത് വേറെ വരും. പുറമെ ഉള്ളിൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.